നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയകാവ് ആടുചന്തയിലെ വീഡിയോ ആണ്. ഇന്ന് ശനിയാഴ്ച രാവിലെ 5 മണിക്ക് തന്നെ ആടുചന്ത തുടങ്ങിയിരിക്കുകയാണ്. നല്ല അടിപൊളി കുട്ടികൾ വന്നിട്ടുണ്ട്. ഈ ആഴ്ച 1,25,000 രൂപ വില വരുന്ന വലിയ മുട്ടനാട് എത്തിയിട്ടുണ്ട്. നല്ല വളർത്തു കുട്ടികൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഞാനൊരു 5:20 ആയപ്പോൾ ചന്തയിലെത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ലൈക്ക് അടിക്കുക. നല്ല കുട്ടികൾ, വളർത്തു കുട്ടികൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. വളർത്തു കുട്ടി വാങ്ങാൻ അങ്ങോട്ട് അങ്ങനെ അധികം ആരും ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. ഇഷ്ടംപോലെ കുട്ടികൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്നപ്പോൾ കുട്ടികൾ കുറവായിരുന്നു. ഈ ആഴ്ച ഇഷ്ടംപോലെ കുട്ടികൾ വന്നിട്ടുണ്ട്. എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ 5 മണി മുതലാണ് ഇവിടെ ചന്ത. തിരുവനന്തപുരം ജില്ലയാണ്, കിളിമാനൂർ പുതിയകാവ്. ചന്തയ്ക്കകത്തോട്ട് പോകാം. നമുക്ക് വിലയും കാര്യങ്ങളൊക്കെ നോക്കാം ഈ ആഴ്ച എങ്ങനെയാണെന്ന്. ജോഡി 8,000 9,000 പറയുന്ന കുട്ടികൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. അവരുടെ ചോദ്യമാണ്, നമുക്ക് മുതലാവുന്ന വില നമുക്ക് പറയാം. അത്യാവശ്യം നല്ല തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികൾ 10 രൂപ 12 രൂപ ജോഡി ചോദിക്കുന്നുണ്ട്. വെളിച്ചക്കുറവുണ്ട്. നല്ല കറവയുള്ള ആളുകൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. കുട്ടിയും തള്ളകളും എല്ലാം ഉള്ളതുണ്ട്. 18 രൂപ 20 രൂപയൊക്കെ ചോദിക്കുന്ന തള്ളയാടും കുട്ടികളൊക്കെ ഉണ്ട്. 35 രൂപ ചോദിക്കുന്ന ആടുകൾ നിൽപ്പുണ്ട്. നല്ല സൈസ് ആടുകൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. അതിൻ്റെ കുട്ടിയാണ്. നല്ല പാലുകൂടിയൊക്കെ കിട്ടി നല്ല സൈസായി നിൽക്കുന്ന കുട്ടിയാണ്. എവിടെയും തള്ളി 2 കുട്ടികൾ നിൽപ്പുണ്ട്. 20 രൂപ 22 രൂപ 25 രൂപ ചോദിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ കുട്ടി ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട്. വിലയിൽ മാറ്റമില്ലെന്നാണ് ഇത്രയും നേരം നമ്മൾ ചന്തയിൽ കറങ്ങിയപ്പോൾ മനസ്സിലാവുന്നത്. തള്ള 2 കുട്ടികളും 32,000 രൂപ ചോദിക്കുന്നുണ്ട്. കുട്ടികൾ തിരിച്ച് 16 രൂപ ചോദിക്കുന്നുണ്ട്. നല്ല തള്ള കുട്ടികൾ, നല്ല പാലൊക്കെ ഉള്ള കുട്ടികളാണ്. ആടാണ്. പാല് കൂടി കിട്ടിയ കുട്ടികളുമാണ്. ശരിക്കും ആട് വന്നിട്ടുണ്ട്. നല്ല വളർത്തു കുട്ടികളാണ് ആ ഭാഗത്ത് നിൽക്കുന്നത്. തള്ളയും കുട്ടികളായിട്ടും കൊടുക്കും, കുട്ടികളെ മാത്രം തിരിച്ചും കൊടുക്കുമെന്നാണ് പറയുന്നത്. സബ്സ്ക്രൈബർ ഇവിടെ വന്നിട്ടുണ്ട്. ഇതുവരെ ആളെ എടുത്തിട്ടില്ല. അങ്ങനെ കറങ്ങി നടക്കുകയാണ്. നല്ല തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് ഈ പോകുന്നതെല്ലാം. പുറത്തുനിന്നും ആടുകൾ കണ്ടമാനം ചന്തയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു സമയത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോയി, ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരികയാണ്. കേരളത്തിൽ ഇപ്പോൾ ആട് വളർത്തൽ നന്നായി കുറഞ്ഞിരിക്കുകയാണ്. കച്ചവടക്കാരും ഇത് തന്നെയാണ് പറയുന്നത്. കുടികളിലൊന്നും പോയാൽ ആട് കിട്ടാനില്ല. ഉള്ളതിന് അത്യാവശ്യം വില ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല വളർത്തു കുട്ടികളാണ് ഈ കൊണ്ടുപോകുന്നത്. ജോഡി 8,000 രൂപ. 26,000 രൂപയ്ക്ക് മേടിച്ച മുട്ടനാടെന്നാണ് പറഞ്ഞത്. 26,000 രൂപ. മുട്ടനാട്, വലിയ മുട്ടനാട് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പോയി കാണാം. പല റേറ്റിലുള്ള മുട്ടനാടുകൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. 6 മണിയായി. നേരം ഇതുവരെ വെളുത്തിട്ടില്ല. ഇപ്പോൾ താമസിച്ചാണ്. 6:30 6:45 ആവണം ശരിക്ക് സൂര്യോദയം ആവണമെങ്കിൽ. നല്ല തിരക്കുണ്ട് എന്തായാലും. നല്ല മുട്ടനാടുകൾ വാങ്ങിയതാണ് ഇവിടെ കെട്ടിയിരിക്കുകയാണ്.
നിൽക്കുന്ന ചിമിട്ടൻ മുട്ടനാടുകളാണ്. രണ്ടും കൂടി 1.25 ചോദിക്കുന്ന മുട്ടനാടുകളാണ്. വീഡിയോ കാണുന്ന കണക്കല്ല, നല്ല ആചാനുബാഹുവായ മുട്ടനാടുകളാണ്. 50 കിലോയ്ക്ക് മുകളിൽ മീറ്റ് വരുന്ന ആടെന്ന് പറഞ്ഞത്. നമ്മളവരോട് ചോദിച്ചിട്ടുണ്ട്. അവർ വീഡിയോ എടുക്കാൻ വേണ്ടി അവരഴിച്ച് പുറത്തോട്ട് വെട്ടത്തോട്ട് നിർത്താമെന്നാണ് പറഞ്ഞത്. വണ്ടിയിൽ കുറച്ച് ആടുകൾ ഇനി നിൽപ്പുണ്ട്. പല റേറ്റിനുള്ള ആടുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു മുട്ടനാട് നിൽപ്പുണ്ട്. ഇതാണ് 2 വലിയ മുട്ടനാട്. 1.25 ചോദിക്കുന്ന വലിയ മുട്ടനാടുകളാണ് ഈ നിൽക്കുന്നത്. 1,25,000 രൂപയാണ് ചോദിക്കുന്നത്. അവരുടെ ചോദ്യമാണ് നമുക്ക് മുതലാകുന്ന വില നമുക്ക് പറയാൻ കഴിയും ചന്തയിൽ. ഇവിടെ നേരം വെളുത്തിട്ട് നല്ല ക്ലിയറായിട്ട് വീഡിയോയിൽ കിട്ടിയതാണ്. എന്നാലും നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ നല്ല ഇതുണ്ട്. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ അത്ര വലിപ്പം തോന്നിക്കുന്നില്ല. ഇവിടെ ഒരു മുട്ടനാട് വളർത്താൻ ഇറച്ചി ആവശ്യം പറ്റിയൊരു മുട്ടനാടിനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ താരം അവർ രണ്ടുപേരും തന്നെയാണ് ചന്തയിൽ. സ്ഥിരോഹിത മുട്ടനാട് ഇവിടെ നിൽപ്പുണ്ട്. വളർത്താൻ ഇറച്ചി ആവശ്യം പറ്റിയ മുട്ടനാട് തന്നെയാണ്. ഇന്നത്തെ വില അനുസരിച്ച് ഒരു 45 രൂപ 40 രൂപ റേഞ്ചിലൊക്കെ ചോദിക്കുന്ന മുട്ടനാടുകളാണ്. മുട്ടനാടിന് വിലയുണ്ട്. കൂടുതലും പോകുന്ന ഒരു 10-15 കിലോ തൂക്കം വരുന്ന ഇറച്ചി വരുന്ന മുട്ടനാടുകളാണ് പെട്ടെന്ന് വിറ്റ് മാറിപ്പോകുന്നത് ചന്തയിൽ. വലിയ മുട്ടനാടുകൾ ഇപ്പോഴും ഇവിടെ തന്നെ നിൽപ്പുണ്ട്. വലിയ കല്യാണ പാർട്ടിക്കാർ നേർച്ചയ്ക്ക് അങ്ങനെ പാല് കാഴ്ച അങ്ങനെയൊക്കെ വരുന്നവരൊക്കെ അങ്ങനെ വലിയ മുട്ടനാടുകളെ എടുക്കത്തുള്ളൂ. ഇവിടെയും നല്ല സൈസൊത്ത മുട്ടനാടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. ഒരു മോരിക്കുട്ടി ഇവിടെ നിൽപ്പുണ്ട്. ഈ ആഴ്ച പോത്തും കുട്ടികളൊന്നും വന്നിട്ടില്ല ചന്തയിൽ. മറ്റേ എല്ലാ ആഴ്ചയിലും പോത്തും കുട്ടികൾ വരുന്നതാണ്. ഈ ആഴ്ച പോത്തും കുട്ടികളൊന്നും വന്നില്ല. മോരിക്കുട്ടിയും പൈക്കുട്ടികളൊക്കെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിൽപ്പുണ്ട് മോരിക്കുട്ടിയും പൈക്കുട്ടിയൊക്കെ. വളർത്താൻ പറ്റിയ നല്ല കുട്ടികൾ തന്നെയാണ്. കുട്ടികൾ ഇനിയും കണ്ടമാനം ചന്തയിൽ നിൽക്കുന്നുണ്ട്. ഇന്ന് കുട്ടികളെ വാങ്ങാൻ അങ്ങനെ ആരും വന്നിട്ടില്ല. ഇപ്പോഴും ഇഷ്ടംപോലെ കുട്ടികൾ ചന്തയിൽ നിൽക്കുന്നുണ്ട്. തുച്ഛമായ കുട്ടികൾ മാത്രമേ വിറ്റ് പോയിട്ടുള്ളൂ. പിന്നെ ഒരുപാട് ആടുകൾ നല്ലൊരു സൈസിൽ മുട്ടനാടിനെ വാങ്ങി ഇവിടെ കെട്ടിയിരിക്കുകയാണ്. ഒരു ഏകദേശം ഒരു 35-40 രൂപ റേറ്റിൽ വില വരുന്ന വലിയ മുട്ടനാട് തന്നെയാണ്. ഇന്നത്തെ ഒരു ഇതിൽ അത്രയും കൊടുക്കേണ്ടി വരും. സൈസ് മുട്ടനാടുകൾ തന്നെയാണ്. ഇവിടെ തള്ളയും കുട്ടികളും വളർത്തു കുട്ടികളൊക്കെ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. കുട്ടിയെ അടിച്ച് കെട്ടിയിട്ടുണ്ട്. അവിടെ അവർ 2 കുട്ടികളെ വാങ്ങിയിരിക്കുകയാണ്. 6000 രൂപയാണ് അവരിപ്പോൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. 250 രൂപയുടെ വേണമെന്നാണ് കച്ചവടക്കാരൻ പറയുന്നത്. 2 കുട്ടിക്കും കൂടെ 6 രൂപ അവർ പറഞ്ഞ് കയറ് മേടിച്ചിരിക്കുകയാണ്. ഒരു 6000 രൂപ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ് 2 കുട്ടികൾ കൂടി. പൊടി കുട്ടികളാണ്. അധികം തീറ്റയും കൂടിയൊന്നും തുടങ്ങിയ കുട്ടികളല്ല അത്. ഇനിയും പുള്ളിരയിൽ ഒരുപാട് കുട്ടികൾ നിൽപ്പുണ്ട്. ഇന്ന് വിൽപ്പന നടക്കാത്ത നാളെ 28 മൈൽ ചന്തയ്ക്ക് കൊണ്ടുവരും.
ഞായറാഴ്ച ചന്തയ്ക്ക്. 2 ചെറിയ കുട്ടികൾക്ക് ഒരു 8 രൂപ ചോദിക്കുന്നുണ്ട്. കുട്ടികൾ കണ്ടമാനം ഇന്ന് വന്ന്. നമ്മൾ 2 ആഴ്ച ഇവിടെ കുട്ടികളെ വാങ്ങാൻ വന്നപ്പോൾ കുട്ടികൾ കുറവായിരുന്നു, വിലയും കൂടുതലായിരുന്നു. എന്നാലും ഇന്ന് വിലയുണ്ട്, പക്ഷേ കുട്ടികൾ നല്ല സൈസ് കുട്ടികൾ വന്നായിരുന്നു. നമ്മളിങ്ങനെ സബ്സ്ക്രൈബറിന് പയ്യാങ്കര ചന്തയിൽ പോയാണ് കുട്ടികളെ വാങ്ങിക്കൊണ്ട് കൊടുത്തത്. അവിടെ നിന്ന് വാങ്ങിയ ആ വിലയ്ക്ക് ഇവിടെ ആണെങ്കിൽ ഒരു 10 രൂപയ്ക്ക് മേളിൽ കൊടുക്കേണ്ടി വരും. നമ്മളവിടെ നിന്ന് ഒന്ന് 8:45 2 കുട്ടികളെ വാങ്ങിയത്. എല്ലാ ആട്ടിൻകുട്ടികൾ പറവയാടുകളും എന്താ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇന്ന് ചുരുക്കി പറഞ്ഞാൽ കുട്ടികളെ ആർക്കും വേണ്ട, തള്ളയാടും കുട്ടികളും എന്താ ഇവിടെ നിൽപ്പുണ്ട്. ഇഷ്ടംപോലെ കുട്ടികൾ വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ. പക്ഷേ കുട്ടികളെ വാങ്ങാൻ ആരും താല്പര്യം കാണിക്കുന്നില്ല. കണ്ടമാനം കുട്ടികൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. നല്ല തീറ്റയും കൂടിയുള്ളതും പാൽക്കുട്ടികളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട്. കുട്ടികളെ വാങ്ങാനായിട്ട് വരികയാണെങ്കിൽ അന്ന് ചന്തയിൽ കുട്ടികളെ കാണത്തില്ല. അതാണ് ഇവിടുത്തെ രസം. നമുക്ക് കുട്ടികളെ വേണ്ടായിരുന്നു, ആവശ്യം പോലെ കുട്ടികൾ ചന്തയിൽ വരികയും ചെയ്തു. അല്ല, ചെനയാട് ഒരെണ്ണം നിൽപ്പുണ്ട്. കുട്ടി ഇപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം. മീറ്റാവശ്യത്തിനും കറവ എല്ലാം വാങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 6:40 ഇപ്പോഴാണ് ശരിക്കൊന്ന് നേരം വെളുത്ത് വന്നത്. ആടിനെയൊക്കെ ഒന്ന് നല്ല രീതിക്ക് കാണാൻ പറ്റിയത്. നേരം വെളുത്ത് എല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ്. പല റേറ്റിനുള്ള ആടുകൾ ഇവർ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. കച്ചവടക്കാരാണ്. ഇവിടെ നിന്ന് കശാപ്പുകാരും അവർ വാങ്ങുന്നുണ്ട്, ഡെയിലി വെട്ടുകാർ. പിന്നെ എന്തെങ്കിലും കല്യാണ പാർട്ടിക്ക് ആവശ്യത്തിനൊക്കെ ഉള്ള ആടുകളെയും വാങ്ങി അവരവിടെ കിട്ടിയിട്ടുണ്ട്. എവിടെ നല്ല നല്ല കുട്ടികൾ ഇപ്പോഴും ഓടിക്കളിക്കുകയാണ്. ആരും അങ്ങോട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല കുട്ടികളെ വാങ്ങാൻ. കറവയാട് ഇവിടെ നിൽപ്പുണ്ട്. നല്ല പാലുള്ള ആടെന്നാണ് പറഞ്ഞത്. കുട്ടികളും ചെറിയ കുട്ടികളൊക്കെ അവിടെ നിൽപ്പുണ്ട്, ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. ആർക്കും വേണ്ട കുട്ടികളെ. കുറച്ചുകൂടെ നമുക്കൊന്ന് കറങ്ങിയിട്ട് പോവാം. ആട് കണ്ടമാനം നിൽപ്പുണ്ട്. ചെറിയ കുട്ടികൾ അവിടെ നിൽപ്പുണ്ട്, തള്ളയാടും കുട്ടികളും ഇവിടെ. ഇത് രാവിലെ നമ്മളിവിടെ വന്നപ്പോഴേ ഈ കുട്ടികളും തള്ള ഇവിടെ ഉണ്ട്. ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയാണ്, കച്ചവടം നടന്നിട്ടില്ല. നല്ല പാല് കിട്ടുന്ന ആടെന്നാണ് പറഞ്ഞത്. പ്രസവിച്ചിട്ട് ഒരു 2 മാസത്തിനടുത്ത് ആവത്തേ ഉള്ളെന്നാണ് പറഞ്ഞത്. ഒരു വലിയ മുട്ടനാടിനെ കൊണ്ടുപോകുന്നുണ്ട്. അവർ വാങ്ങിയതാണെന്ന് തോന്നുന്നു. എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ 5 മണി മുതലാണ് ഇവിടെ ചന്ത. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയ കാവാണ്. MC റോഡ് കൊട്ടാരക്കരയിൽ നിന്ന് വരുമ്പോൾ കിളിമാനൂർ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് വരിക. തിരുവനന്തപുരത്ത് നിന്ന് MC റോഡ് വരുമ്പോൾ കാരേറ്റ് കഴിഞ്ഞ് കിളിമാനൂർ സിഗ്നലിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയുക. കൊല്ലത്തുനിന്ന് വരുന്നവർ പാരിപ്പള്ളിയിൽ നിന്നും നേരെ കിളിമാനൂർ റൂട്ട് പിടിക്കുക. പാരിപ്പള്ളിയിൽ നിന്നും ഒരു 16-17 കിലോമീറ്റർ ദൂരം വരും. നല്ല നല്ല കുട്ടികൾ ഇവിടെ ഉണ്ട്. ഇപ്പോഴൊക്കെയാണെങ്കിൽ ഒരു
3000 3500 നല്ല കുട്ടികളെ കിട്ടും. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കുട്ടികളൊന്നും കച്ചവടമായി പോകുന്ന ചേല് കാണുന്നില്ല. ഇനിയിപ്പോൾ നാളെ 28-ാം മൈൽ ചന്തയിൽ കൊണ്ടുവരും അവർ ഈ കുട്ടികളെല്ലാം. ഇന്ന് കച്ചവടം ആവാത്തതെല്ലാം അവിടത്തേക്കാണ് കൊണ്ടുവരുന്നത്. നല്ല കുട്ടികളുണ്ട്. തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയതും പാൽക്കുട്ടികളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട്. പല സൈസിലുള്ള കുട്ടികളുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനോട് ഒന്ന് ഓളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണും വരേക്കും ഓക്കെ, ബായ്.